ഹായ് ഫ്രണ്ട്സ്, നോയമ്പൊക്കെയാണല്ലോ. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇഞ്ചിക്കറിയൊക്കെ വെക്കാൻ വളരെ പാടാണ്. അത് ചെയ്യുന്നവർക്കറിയാം, ഒത്തിരി സമയം നമുക്കെടുക്കും. പക്ഷേ ഇത് അത്രയധികം സമയമൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇഞ്ചിപ്പുളി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ. ഒരു 100 ഗ്രാം ഇഞ്ചി കാണും. അത് ആ ഇഞ്ചി ചോപ്പറിലിട്ട് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണയിലൊന്ന് മൂത്ത് വരണം. ഒരു നല്ലൊരു മണമൊക്കെ വരുമല്ലോ. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിക്ക് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ മൂത്തൊരു മണം വരുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ള ഒരു 10-20 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇഞ്ചിപ്പുളിയൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തും പല രീതിയിലാണ് ഓരോരുത്തരും ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്കൊരു 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് അധികം വേണ്ടാത്തവരാണെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം മൂത്ത് നല്ലൊരു മണം വരുമല്ലോ. ആ സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ ചേർത്തെടുത്ത ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നു. ഈ മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ അരപ്പൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളത്തിൽ നിന്നും അല്പം പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പൊന്ന് മൂത്ത് അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് വരട്ടെ. അതുവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാലൻസുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും കുറച്ച് വെള്ളം കൂടെ വേണം. ഇതിപ്പോൾ ഒത്തിരി അങ്ങ് തിക്കായിട്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് ലൂസാക്കാം. ഇനി 1-2 ഐറ്റംസ് കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അതുകൊണ്ടാണ് ലൂസാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അവിടെ ഇരുന്നൊന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വറ്റി വരട്ടെ. അത് ചെറിയ തീയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് വന്ന് ഈ സമയം നമുക്ക് വേണമെങ്കിൽ അല്പം കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്